ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്കടയിൽ കിട്ടുന്ന ചെറിയ തരം വെട്ട് കേക്കാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ഈ കപ്പിൽ 1.5 കപ്പ് മൈദ, 3/4 കപ്പ് പഞ്ചസാര, ഒരു മുട്ട, ഒഴിക്കാനുള്ള നെയ്യ്, ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ബേക്കിംഗ് സോഡ 1/2 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 3 സ്പൂൺ ഓയിൽ, വിസ്ക് കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഉപ്പും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം നല്ലപോലെ മിക്സ് ആവണം. നമ്മൾ പഞ്ചസാര പൊടിച്ചെടുക്കുക. പഞ്ചസാര പൊടിച്ചതിൽ അതിൽ ഒരു മുട്ട ചേർക്കുക. നല്ലപോലെ അടിച്ചെടുക്കുക. ഈ മൈദയിൽ നമ്മൾ അടിച്ചെടുത്ത മുട്ട മിശ്രിതം, മുട്ടയും പഞ്ചസാരയും അടിച്ചത് ഇതിൽ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഭയങ്കര പ്രസ് ചെയ്ത് കുഴക്കേണ്ട ആവശ്യമില്ല. ഇതിന് സോഫ്റ്റായിട്ട് കുഴയ്ക്കുക. ഭയങ്കര കട്ടിയിൽ പൊഴിച്ചാൽ അത് പദം കിട്ടുകയില്ല. കേക്ക് ഭയങ്കര ഹാർഡായി പോകും. സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് തടവി കൊടുത്ത് സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മൂടി വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടാവും നല്ലപോലെ പൊന്തിയിട്ടുണ്ടാവും. നമ്മൾ അതെടുത്ത് പത്തിരിപ്പലകയിൽ കുറച്ച് പൊടി തൂവിയിട്ട് 1 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കുക. അത് നൈസാവരുത്, 1 ഇഞ്ച് കനം വേണം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ വെട്ടിയെടുക്കുക. ഞാനിവിടെ സ്ക്വയർ ഡയമണ്ട് കട്ടിലാണ് മുറിച്ചെടുക്കുന്നത്. പല വലുപ്പത്തിലും ഉണ്ടാക്കിയത്. ഞാനിവിടെ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ടിന്നിലിട്ട് അടച്ചു വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും. ഈ ഷേപ്പിൽ വെട്ടി നടുവിലൊരു വെട്ടിതുപോലെ വെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അത് പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു വിടർന്ന് വരും. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കുറേശ്ശിട്ട് വറുത്തെടുക്കാം. നല്ലപോലെ പൊന്തി വരും. നമ്മളത് പൊരിക്കേണ്ടത് എപ്പോഴും മീഡിയം തീയിലിട്ട് പൊരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും ചെയ്യും, ഉള്ളു വേവുകയുമില്ല. ഗോൾഡൻ നിറമാവുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. മുകൾഭാഗം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ. അവരിത് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ സബ്സ്ക്രൈബും ചെയ്യണം.